നിങ്ങളുടെ പഴയ വാഹനത്തിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ടോ? അങ്ങനെയെങ്കിൽ പഴയ E10 പെട്രോൾ വീണ്ടും തിരിച്ചെത്തിയേക്കാം. പക്ഷേ അതിനായി സാധാരണ പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 8 മുതൽ 10 രൂപ വരെ അധികം നൽകേണ്ടി വന്നേക്കാം. പഴയ വാഹന ഉടമകൾക്കായി കുറഞ്ഞ അളവിൽ എഥനോൾ കലർന്ന പെട്രോൾ ലഭ്യമാക്കാനുള്ളൊരു സാധ്യത കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇന്ത്യൻ ഓയിലിൻ്റെ XP95, ഭാരത് പെട്രോളിയത്തിൻ്റെ സ്പീഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പവർ 95 തുടങ്ങിയ നിലവിലെ പ്രീമിയം പെട്രോൾ ബ്രാൻഡുകൾ E10 രൂപത്തിൽ വിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ സാധാരണയായി ലഭിക്കുന്നത് 20% എഥനോൾ കലർത്തിയ E20 ഇന്ധനമാണ്. എന്നാൽ 10% മാത്രം എഥനോൾ അടങ്ങിയ E10 ഇന്ധനം പഴയ വാഹനങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണെന്ന ആശങ്ക വാഹന ഉടമകൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി E10നായി പുതിയ ടാങ്കുകളും പമ്പുകളും സ്ഥാപിക്കുന്നതിന് പകരം നിലവിലുള്ള പ്രീമിയം പെട്രോൾ വിതരണ സംവിധാനങ്ങൾ തന്നെ ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അതുവഴി പഴയ വാഹന ഉടമകൾക്ക് E10 ഒരു പ്രത്യേക പ്രീമിയം ഓപ്ഷൻ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ കഴിയും. എന്നാൽ ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. വില സാധാരണ പെട്രോളിന് ഡൽഹിയിൽ ഏകദേശം 102 രൂപ വിലയുള്ളപ്പോൾ 95 ഒക്ടീൻ പ്രീമിയം പെട്രോളിന് 110 മുതൽ 115 രൂപ വരെയാണുള്ളത്. അതായത് E10 തിരിച്ചെത്തി കഴിഞ്ഞാലും ലിറ്ററിന് 8 രൂപയോ അതിലധികമോ നൽകേണ്ടി വന്നേക്കുമെന്ന് സാരം. E20 ഇന്ധനം വാഹനങ്ങൾക്ക് വ്യാപകമായി കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ലെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ E10 വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ മൈലേജിൽ 3 മുതൽ 5% വരെ കുറവുണ്ടാകുമെന്നാണ് സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എഥനോളിൻ്റെ അളവ് കൂടുന്നതിനൊപ്പം തന്നെ ഇന്ധനക്ഷമത കുറയുമെന്ന ആശങ്ക കൂടി പഴയ വാഹന ഉടമകളെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ എഥനോൾ മിശ്രിതമുള്ള E10 വേണമോ അതോ കുറഞ്ഞ വിലയിലുള്ള E20 മതിയോ എന്ന ചോദ്യത്തിന് ഉടൻ തന്നെ ഒരു വ്യക്തമായ മറുപടി ലഭിച്ചേക്കും. പക്ഷേ ഒന്നുറപ്പ്, പഴയ വാഹനങ്ങളുടെ മൈലേജ് സംരക്ഷിക്കാൻ E10 തിരഞ്ഞെടുക്കുന്നവർക്ക് ഇനി പോക്കറ്റിൽ നിന്നും കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.